ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 47ാമത്തെ പാർട്ടാണ്. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. സാരില്ല, ലക്ഷ്യ ചേച്ചി ആയിരിക്കില്ല ഏട്ടൻ്റെ പാതി, വേറൊരു ചേച്ചിയാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ആത്മിക എന്നാ പേര്. നമുക്ക് ചേച്ചി ഒന്ന് പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ വർണ്ണ നാവ് കടിച്ചു. പാർത്തി അവളെ സംശയത്തോടെ നോക്കി. ഏട്ടൻ വന്നല്ലേ ഉള്ളൂ, പോയി കുളിച്ച് ഫ്രഷ് ആവ്. പറഞ്ഞൊന്ന് ഇരുത്തി നോക്കി പാർത്തി മുകളിലേക്ക് പോയി. നിനക്കെന്താ പറഞ്ഞ വട്ടായ? പ്രേമം പൊട്ടിപ്പൊളിഞ്ഞ ഒരാളോട്, അതും കാമുകിയുടെ കല്യാണം നടക്കുന്ന സങ്കടത്തിലിരിക്കുന്ന ആളോടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അവൾ സ്വയം തലക്കിട്ട് കൊട്ടി തല ഉയർത്തിയതും തത്തനും ഭദ്രയും ശീലവും തന്നെ നോക്കി താടിക്കും കൈ കൊടുത്തിരിക്കുകയാണ്. അവർ 4 പേര് മാത്രമേ ഇപ്പോൾ ഹാളിലുള്ളൂ. പറഞ്ഞൊരു ചമ്മിയ ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. ഇവളാള് ശരിയല്ല ദേവേട്ട, ഇവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക്, ഭദ്ര പറഞ്ഞു. ശരിയാണ്, പാർവതിയെക്കുറിച്ചും പാർത്തിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞു കൊടുത്തിട്ടാണ്. അതൊന്നും ഈ കൊരങ്ങത്തിയുടെ മണ്ടത്തലയിൽ കയറിയിട്ടില്ല. വീണ്ടും അവരുടെ അടുത്ത് കൂട്ടുകൂടാൻ പോകുന്ന കണ്ടില്ലേ? ശീലു വർണ്ണയുടെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. നോക്ക് ദത്ത, ഇവൾ എന്നെ കൊരങ്ങത്തിന്ന് വിളിക്കണു, നീ ചോദിക്കാം അവളോട്. വർണ്ണ ചുണ്ടു കുറിപ്പിച്ചോണ്ട് പറഞ്ഞു. ഏട്ടൻ ചോദിക്കില്ല വർണ്ണ, ഏട്ടനറിയാം നീ ഒരു കൊരങ്ങിയാണ്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് തോന്നണു, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. അത് പറഞ്ഞ ദത്തൻ പതിയെ റൂമിലേക്ക് പോയി. ഇനി അവിടെ ഇരുന്ന ഒരു കൂട്ടിയടി നടക്കും എന്നുള്ളത് കൊണ്ട് ദത്തൻ തന്ത്രപരമായി ഒഴിഞ്ഞതാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ പാർത്തി താഴേക്ക് വന്നില്ല. പാർവതി ചെന്ന് വിളിച്ചുവെങ്കിലും വിശപ്പില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന സമയം മുത്തശ്ശി ഞായറാഴ്ച കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞു. തറവാട്ടിലെ എല്ലാവരും കൂടെ കല്യാണത്തിന് പോകുന്നു. പിന്നെ ഈ ആഴ്ച തന്നെ ധ്രുവി എത്തും. കല്യാണത്തിന് ക്ഷണം അവർക്കും കിട്ടിയിട്ടുണ്ടാവും. നിമി എന്നാ ചന്ദ്ര വരിക? ഈ മാസം തന്നെ വരുമെന്നാ പറഞ്ഞേ. കൂടാ ബിജത്തുണ്ടാവും. നന്നായി, മുത്തശ്ശി അത് പറഞ്ഞു കഴിക്കൽ നിർത്തി എണീറ്റു. ഇതെല്ലാം കേട്ട് ഒരാളുടെ കണ്ണിൽ കുടിലത നിറഞ്ഞപ്പോൾ മറ്റൊരാളുടെ കണ്ണീർ പൊടിഞ്ഞു. അന്നത്തെ ദിവസം ആ വീട്ടിൽ വല്ലാത്തൊരു മൗനം തലം കെട്ടി നിന്നു. കുറച്ചു കഴിഞ്ഞ് ദത്തൻ മുറിയിലേക്ക് പോയി. വർണ്ണ താഴെ ഭദ്രയോടും ശീലോനോടും കുറെ നേരം സംസാരിച്ചിരുന്നാണ് റൂമിലേക്ക് നടന്നത്. പോകുന്ന വഴി പാർത്തിയുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കി. ഡോറ അടഞ്ഞു കിടക്കുകയാണ്. വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ പാർവതി അവിടെ ഉണ്ടായിരുന്നു. ഈ ചേച്ചിക്ക് ഈ റൂമിന് മുന്നിൽ ചുറ്റിത്തിരിയാണ് നേരമുള്ളോ? വർണ്ണ പീർകൂർത്തോണ്ട് റൂമിലേക്ക് വന്നു. ദത്തൻ ഡോറ് ചാരി ഫയലൊക്കെ നോക്കി നിൽക്കാണ്. തൊട്ടടുത്ത് പാർവതിയും. പക്ഷെ പാർവതി റൂമിന് പുറത്താണ് നിൽക്കുന്നത്. അന്നത്തെ എൻ്റെ കാല് പിടിക്കലിന് ശേഷം ദത്തൻ പാർവതി റൂമിലേക്ക് കയറാൻ സമ്മതിച്ചിട്ടില്ല. റൂമിന് പുറത്ത് നിർത്തി സംസാരിക്കുള്ളൂ. വർണ്ണയെ കണ്ടതും ദത്തൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്പി കാണിച്ചു. തിരിച്ചു വർണ്ണയും. ഓഫീസ് കാര്യങ്ങളാണ് രണ്ടുപേരും സംസാരിക്കുന്നതെന്ന് മനസ്സിലായതും വർണ്ണ റൂമിനകത്തേക്ക് നടന്നു. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തിയ ശേഷം മാധവ് എന്റർപ്രൈസസിലേക്ക് അയച്ചാൽ മതി. പിന്നെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയൽ പപ്പ ഓഫീസ് റൂമിലാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ എടുത്തു തരാം. കയ്യിലുള്ള ഫയൽ പാർവതിക്ക് കൊടുത്ത് ദത്തൻ പറഞ്ഞു. ദേവു, ഞാൻ ഇപ്പം വരാം, ഒരു 5 മിനിറ്റ്. അത് പറഞ്ഞ ദത്തൻ പാർവതിയുടെ കൂടെ ഓഫീസിലേക്ക് നടന്നു. വർണ്ണ ഫോൺ എടുത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ആമിയെ വിളിച്ച് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് അനുവിൻ്റെയും വേണിയുടെയും വർണ്ണയുടെയും വാട്സപ്പ് ഗ്രൂപ്പായ V2A എന്ന ചങ്കത്തികൾ എന്ന ഗ്രൂപ്പിൽ ആമിയെ കൂടെ ആഡ് ചെയ്ത് V2A2 ചങ്കത്തികൾ എന്നാക്കി. മനു ജോലിക്ക് പോകാൻ തുടങ്ങി. ഒപ്പം മറ്റു കൂട്ടുകാരും. അതുകൊണ്ട് ദത്തനും പിള്ളേരും ഗ്രൂപ്പ് അത്ര ആക്റ്റീവ് അല്ല. ഒരു ഭാഗത്ത് മനുവിൻ്റെ റീൽസ് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ആള് ഒരു പ്രമുഖനായി. അനുവിന് അതിൽ ഒരു ഈഗോയും ഇല്ലാതില്ല. അവൾ പാർത്തിയുടെ ട്രാജഡിക് ലവ് സ്റ്റോറിയും കാമുകിയുടെ കല്യാണക്കാരും വിത്ത് കല്യാണ പത്രിക അടക്കം V2A2 ചങ്കത്തികൾ ഗ്രൂപ്പിലിട്ടു. അനുവിനും വേണുവിനും പാർത്തിയേട്ടനും ഒരു ജീവിതം കൊടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും പട്ടാളം പുരുഷവും മനു അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് അവർ പിന്മാറി.
പിന്നെ ഉള്ളത് ആമിയാണ്. ആമിയെ അവർ 3 പേരും കൂടെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവൾക്ക് ഒരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞു. എന്നാൽ അതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, സ്നേഹിക്കുന്ന ആളുടെ പേരോ നാടോ ആമിക്ക് അറിയില്ല എന്നാണ്. അതിൽ കൂടുതൽ സന്തോഷത്ത് പറഞ്ഞാണ്, എന്ത് വില കൊടുത്ത് ആമിയെയും പാർട്ടിയെയും തമ്മിൽ സെറ്റാക്കിയിരിക്കുന്ന ആരും അറിയാതെ പറഞ്ഞ മനസ്സിൽ ദൃഢപ്രതിജ്ഞ പോലെ എടുത്തിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ദത്തൻ തിരിച്ചു വന്നില്ല. വർണ്ണ ബെഡിലേക്ക് മലർന്നു ഫാൻ കടന്നു നോക്കി ഓരോന്ന് ആലോചിച്ചു. പല കുരുട്ടുബുദ്ധിയും തലയിൽ തെളിഞ്ഞു വന്നതും വർണ്ണയുടെ മുഖത്തൊരു ഗൂഢച്ചിരി തെളിഞ്ഞു. ദത്തൻ തിരികെ വന്ന് ഡോർ ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു. പക്ഷെ അതൊന്നും വർണ്ണ അറിഞ്ഞില്ല. ഡി ഉറങ്ങിയില്ലേ? ദത്തൻ അവളെ നോക്കി ചോദിച്ചു. പക്ഷെ ആര് കേൾക്കാൻ, അവൾ ഈ ലോകത്തൊന്നല്ല. കറങ്ങുന്ന ഫാൻ നോക്കി ഇളിച്ചു കിടക്കുന്നത് കൊണ്ട് ദത്തനും മുകളിലേക്കൊന്ന് നോക്കി. ഡി ദത്തൻ തർപ്പിച്ച് വിളിച്ചു പറഞ്ഞ് ഞെട്ടി എണീറ്റു. എന്താ ദത്ത, നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 10-32 കൊല്ലായി. നിന്റെ ആരാടി ഇവിടെ ഇരിക്കണേ ഫാനിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ? അതുണ്ടല്ലോ, ഞാനൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാ. എന്ത് കാര്യം? ദത്തൻ ബെഡിൽ നിന്ന് എണീറ്റ് നിന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. ശേഷം ബെഡിൽ വന്നിരുന്നു. അല്ല, നമ്മുടെ ആമി ചേച്ചിയുടെ കാര്യമായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? എന്നെ പോലെ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേന്ന്. അതിനവൾക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. 22 23 അത്രയല്ലേ ഉള്ളോ? കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ട്. അപ്പം ഇപ്പം കല്യാണം നോക്കണ്ടേ? എന്തിന്? ഇനി വേണമെങ്കിൽ തന്നെ അവളുടെ അച്ഛനും ഏട്ടനൊക്കെ നോക്കിക്കോളും. നീ അത് ആലോചിച്ചിട്ട് തല പോയിക്കണ്ട. ആമി ചേച്ചി എൻ്റെയും ചേച്ചിയല്ലേ. ഇവിടെ അടുത്ത് നല്ല പയ്യന്മാരുണ്ടോയെന്ന് ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു. അവൾ ദത്തനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യം നീ നിന്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാൻ പഠിക്കേ, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കാം. മിഴിച്ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ. ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം ബെഡിൽ കിടന്നിരുന്ന തൻ്റെ ലാപ്ടോപ്പും ഫോണും ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ബെഡിനരികിലേക്ക് തന്നെ വന്നു. അന്ന് പതിവിന് വിപരീതമായി ദത്തൻ ബെഡിലേക്ക് കിടന്ന് വർണ്ണയുടെ മാറിൽ തലവെച്ച് കിടന്നു. വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ശേഷം ഒരു പുഞ്ചിരിയോടെ 2 കൈകൾ കൊണ്ട് ദത്തനെ ചുറ്റിപ്പിടിച്ചു. ആമി ചേച്ചിനും പാർട്ടി എൻ്റെ കാര്യം ദത്തനോട് പറയണ. പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരുമോ? എന്താടാ കുഞ്ഞെ, കാര്യം പറ. ദത്തൻ കണ്ണടച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ചോദിച്ചു. ഒന്നുമില്ല ദത്ത. പിന്നെന്തിനിങ്ങനെ ഹൃദയം ഹൈ സ്പീഡിൽ ഇടിക്കണേ? അതൊന്നുമില്ല ദത്ത, ചൂടൊക്കെ അല്ലേ, അതായിരിക്കും. അതിന് ചൂടും ഹൃദയം തമ്മിൽ എന്താ ബന്ധം? അവൻ തല ഉയർത്തി പറഞ്ഞേ നോക്കി. അത് പിന്നെ ചൂട് കൂടുമ്പോൾ വേർക്കില്ലേ? അങ്ങനെ വേർത്തപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടിയതായിരിക്കും. ദത്തനൊന്ന് മൂടി. പറഞ്ഞ പതിയെ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. ദത്തനൊന്ന് ഉയർന്ന് അവളുടെ ചുണ്ടിലായി ഉമ്മ വെച്ചു. ശേഷം വീണ്ടും അവളുടെ മാറിലേക്ക് തലവെച്ച് 2 കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. കുഞ്ഞ്, അവൻ ആർദ്രമായി വിളിച്ചു. അത് വേണ്ടടാ, ശരിയാവില്ല. ദത്തൻ പറയുന്ന കേട്ട് പറഞ്ഞൊന്ന് നെറ്റി ചൊളിച്ചു. എന്തു വേണ്ടാന്ന്? എനിക്കറിയാം നിന്റെ മനസ്സ്. പാർത്തി ആമിയാണ് ഇപ്പം എൻ്റെ കുട്ടിയുടെ സമാധാനം കളയുന്നല്ലേ? അവൻ തല ഉയർത്തി ചോദിച്ചു. അതെങ്ങനെ നിനക്ക് മനസ്സിലായേ? അവളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. എനിക്കറിഞ്ഞൂടെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മനസ്സ്. എന്താ ദത്ത അത് ശരിയാവില്ല എന്ന് പറഞ്ഞേ? ഈ തറവാടിന് ആമി ചേച്ചി ചേരില്ല എന്നാണോ എന്നെ പോലെ? ദേ പറഞ്ഞ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഓരോന്നും പറഞ്ഞിട്ടാ. അത് പറഞ്ഞ ദത്തൻ അവളുടെ മേലിൽ നിന്ന് തലയെടുത്ത് ബെഡിലേക്ക് കിടന്നു. സോറി പറഞ്ഞ നിഷ്കുവായി പറഞ്ഞുവെങ്കിലും ദത്തൻ ഒരു മൈൻഡും ഇല്ല. അവൻ 2 കൈകളും പിണച്ചും മലർന്ന് കിടക്കാണ്. സോറി ദത്ത, ഞാൻ വെറുതെ പറഞ്ഞതാ. വർണ്ണ ദത്തൻ്റെ നെഞ്ചിന് കുറുകെ വെച്ചിരിക്കുന്ന കൈകൾ എടുത്തു മാറ്റി അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. ഇനി ഈ വക വർത്താനം പറഞ്ഞു നീ നല്ല അടി വാങ്ങിക്കും ദേവുട്ടിയെ. അത് പറഞ്ഞ ദത്തൻ അവളെ ചേർത്ത് പിടിച്ചു. പാർട്ടിക്ക് ചെറുപ്പം മുതൽ ലക്ഷ്യം ഇഷ്ടമായിരുന്നു. അവൻ്റെ മുറപ്പ എണ്ണായത് കൊണ്ട് തന്നെ അവൾക്ക് ഈ വീട്ടിലും നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എൻ്റെയും പാർവതിയുടെയും കല്യാണം കഴിഞ്ഞ് പാർട്ടിയുടെയും ലക്ഷ്യയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചതാ. പക്ഷെ എല്ലാം ഇപ്പം മാറി മറിഞ്ഞില്ലേ? അതോടെ പാർവതിയുടെ കല്യാണം കഴിക്കാതെ തനിക്ക് കല്യാണം വേണ്ടെന്ന് പാർട്ടിന്ന് തറപ്പിച്ച് പറഞ്ഞു. ലക്ഷ്യ കുറച്ചു കാലമൊക്കെ കാത്തിരുന്ന് കാണും. അവസാനം വേറെ മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കും വേറെ കല്യാണത്തിന് സമ്മതിച്ചേ.
എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലം സ്നേഹിച്ച് നടന്നല്ലേ, അവനും നല്ല സങ്കടം കാണും. ഞാൻ ചെറുപ്പം മുതൽ അവനെ കാണുന്നതല്ലേ, പുറത്ത് കാണിക്കുന്ന ഈ ഗൗരവമൊക്കെ ഉള്ളൂ. പാവ. പക്ഷെ ആ ചന്ദ്രശേഖരനാണ് അവനെ നശിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ കുട്ടി ആമിയുടെ കാര്യം അങ്ങ് മറന്നേക്ക്. പാർത്തിയുടെ ജീവിതത്തിൽ ഇനിയൊരു വേറൊരു പെണ്ണുണ്ടാവും എന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ ആമിക്ക് ഒരു ആശ കൊടുക്കുന്നേ? പക്ഷെ ഇതൊക്കെ നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ. പാർത്തിയേട്ടൻ ഇപ്പൊ പാവാണല്ലോ. ഇപ്പൊ 4 വർഷം കഴിഞ്ഞില്ലേ. ലക്ഷ്യ ചേട്ടനായിട്ട് ഇപ്പൊ പ്രണയിക്കുന്നില്ലെങ്കിലോ? നീ ഇപ്പോഴും സീരിയൽ കാണുന്നുണ്ടോ? ആ ഉണ്ടല്ലോ. വെറുതെ അല്ല ഇങ്ങനെ ഓരോന്നും വളച്ചു കെട്ടി പറയണേ. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ. ദത്തൻ കണ്ണടച്ച് കിടന്നു. ദത്താ ദത്താ, എന്താ കുഞ്ഞ് നിനക്ക് വേണ്ട? ഒന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ എനിക്ക് ഓഫീസിൽ പോകേണ്ടിയാണ്. നാളെ രാവിലെ നീ എണീക്കുമ്പോൾ എന്നെ ഉണർത്തോ. അതെന്തിനാ? നീ നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഒരു കാര്യമുണ്ട്, നാളെ എന്നെ നേരത്തെ എണീപ്പിക്കണം. ഇനി ഞാൻ എണീറ്റില്ലെങ്കിൽ തലവഴി വെള്ളം കോരി ഒഴിച്ചിട്ടെങ്കിലും നീ എന്നെ ഉണർത്തിയിരിക്കണം. അത് പറഞ്ഞ് അവൻ്റെ ചുണ്ടിൽ ഒരു ഉമ്മ കൊടുത്ത് കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അവളെ ചേർത്ത് പിടിച്ച് ദത്തനും വേഗം ഉറങ്ങിപ്പോയി. മോനെ പാർത്തി. മുത്തശ്ശിയുടെ ഡോറി തട്ടുള്ള വിളി കേട്ട് പാർത്തി ചെയറിൽ നിന്ന് എണീറ്റു. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് ഫയൽ നോക്കുമായിരുന്നു പാർത്തി. അതുകൊണ്ട് ഫുഡ് പോലും കഴിക്കാതെ പോവാനാണ് ഇരിക്കുന്നത്. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയലും ലാപ്ടോപ്പും ബെഡിൽ വെച്ച് ഡോർ ചെന്ന് തുറന്നു. എന്താ മുത്തശ്ശി ഈ സമയത്ത്? നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ പാർത്തി? കഴിഞ്ഞത് കഴിഞ്ഞു, വെറുതെ പഴയതൊന്നും ആലോചിച്ച് സങ്കടപ്പെടാതെ. എനിക്ക് സങ്കടമൊന്നുമില്ല മുത്തശ്ശി, ഞാൻ വേറെ കുറച്ച് വർക്ക്. പാർത്തി മുഴുവൻ പറയുന്നതിന് മുമ്പേ മുത്തശ്ശി അവൻ്റെ റൂമിലേക്ക് കയറി. ശേഷം ബെഡിലേക്കായി ഇരുന്നു. പാർത്തി ഒരു സംശയത്തോടെ മുത്തശ്ശിയുടെ അരികിലായി ഇരുന്നു. എനിക്കറിയാം എൻ്റെ കുട്ടിയുടെ സങ്കടം. ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കുന്നതല്ലേ ലക്ഷ്യെ. അതിൻ്റെ സങ്കടത്തിലാണ് നീ ഭക്ഷണം കഴിക്കാൻ പോലും വരാത്തതെന്ന് എനിക്ക് മനസ്സിലായി. ദേവനെ പോലെ തന്നെയല്ലേ പാർത്തി നീ എനിക്ക്. എൻ്റെ കുട്ടി ഇത്രയും സങ്കടപ്പെടുമ്പോൾ മുത്തശ്ശിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്ക്. എൻ്റെ 2 കുട്ടികൾക്കും ഇങ്ങനെ ഒരു വിധി വന്നുല്ലോ. ഇനി നീ ഒരിക്കലും സങ്കടപ്പെടരുത്. മുത്തശ്ശി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ലക്ഷ്യേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന കുട്ടിയെ ഞാൻ തന്നെ കണ്ടെത്തി തരും. പാർത്തിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ മുത്തശ്ശി പറഞ്ഞ് പുറത്തേക്ക് പോയി. പാർത്തി അപ്പോഴും അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഞാൻ പോവാത്തത് കൊണ്ട് എല്ലാവരും കൂടെ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. എൻ്റെ ദൈവങ്ങളെ, ഞാൻ എങ്ങനെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? പാർത്തിക്ക് ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് അവന് വർക്കിലൊന്നും ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല. ബെഡിലെ പേപ്പർ കട്ടിങ്സും ഫയലും ലാപ്പെല്ലാം ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പാർത്തി വന്ന് കിടന്നു. ലക്ഷ്യം ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ അത് കുറച്ച് കൊല്ലം മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ ആത്മാർത്ഥമായാണ് പ്രണയിച്ചത്. പക്ഷെ ജോലി കിട്ടിയതിന് ശേഷം ഞാനൊരു മനുഷ്യനായിരുന്നില്ല. അച്ഛന് വേണ്ടി എൻ്റെ ഔദ്യോഗിക പദവി ഒരുപാട് ദുരുപയോഗം ചെയ്തു. മനസ്സിനറിയാം അതെല്ലാം തെറ്റാന്ന്. ദേവൻ പലതവണ എതിർത്തതുമാണ്. പക്ഷെ അച്ഛൻ തീർത്ത ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല. മനസാക്ഷി പോലും ഇല്ലാതായി. സ്നേഹം, പ്രണയം ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ദാഹത്തിനൊത്തൊരു പാവ, അത്രയേ ഉള്ളൂ. ഞാൻ ലക്ഷ്യയിൽ നിന്ന് പതിയെ അകന്നു. അത് അവൾക്കും മനസ്സിലായിരുന്നു. എൻ്റെ തെറ്റുകളെ അവൾ പലതവണ എതിർത്ത് പറഞ്ഞതാണ്. അവളോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പിന്നാലെ സ്നേഹത്തോടെ നടന്നിട്ടുള്ളൂ. അപ്പോഴേക്കും മനസ്സിൽ കുറ്റബോധമായിരുന്നു. എൻ്റെ നശിച്ച ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇതെല്ലാം ഞങ്ങൾ 2 പേരുടെ ഇടയിൽ നിന്നു. തറവാട്ടിലുള്ളവർക്ക് ഞങ്ങൾ പരസ്പരം പ്രണയിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ പാർവതിയുടെ കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ നിശ്ചയം എന്ന് തീരുമാനിച്ചു. പാർവതിയുടെ കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞ് നിശ്ചയം മുടക്കണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ പാർവതിൻ്റെ കല്യാണം മുടങ്ങി. ദേവൻ വീട് വിട്ടിറങ്ങി. പിന്നെ അത് ഒഴിഞ്ഞു മാറാനൊരു കാരണമായി. പാർവതിയുടെ കല്യാണം കഴിയാതെ എൻ്റെ കല്യാണം നടക്കില്ല എന്ന്. ലക്ഷ്യ അവളുടെ അച്ഛനെ എൻ്റെ കാല് വരെ പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അനുസരിച്ചിട്ടില്ല. ദേവൻ വീട് വിട്ടു പോയതിൻ്റെ പിന്നെ ഞാൻ അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ല. മടുത്തു. നെറികെട്ട ജീവിതം. ഇനിയുള്ള കാലമെങ്കിലും നല്ലൊരു പോലീസുകാരനായിട്ട് ജീവിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ലക്ഷ്യ എനിക്ക് പഴയ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇനി അവളെ സ്വീകരിച്ചാലും ജീവിതം മുഴുവൻ അഭിനയിച്ച് തീർക്കേണ്ടി വരും.
തന്നെ കൊണ്ട് അതിന് കഴിയില്ല. പക്ഷേ അവളുടെ കല്യാണം എന്ന് കേട്ടപ്പോൾ ഇറങ്ങാൻ നേരം അവളുടെ നിറഞ്ഞ മിഴിയോടുള്ള നോട്ടം, ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു തരി സ്നേഹം കണ്ണുനീരിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നു. പക്ഷെ റൂമിലേക്ക് വന്ന് ഒന്ന് ഫ്രഷായി തൻ്റെ ജോലികളിലേക്ക് കടന്നപ്പോൾ അതിനെക്കുറിച്ച് മറക്കുകയും ചെയ്തു. മറ്റുള്ളവർ കരുതിയത് നിരാശ കാമുകൻ റൂമിൽ കയറി ഭക്ഷണം പോലും കഴിക്കാതെ വിരഹദുഃഖത്തിലിരിക്കുകയെന്ന. ഓരോന്നാലോചിച്ചപ്പോൾ പാർത്ഥിക്ക് ചിരി വന്നു. അവൻ ക്ഷീണം കാരണം വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു. തനിക്കെന്താടെ ബോധമില്ലേ? ഡ്രസ്സിലേക്ക് ചെളി തെറിപ്പിച്ചോണ്ടാണോ ആ ഡ്രസ്സ് ചോദിക്കണേ? ഇത് എത്ര രൂപയുടെ ഡ്രസ്സാന്നറിയോ? 550. എന്നിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കടക്കാരനോട് ബാർഗെയിൻ ചെയ്ത് 500 രൂപയ്ക്ക് വാങ്ങിച്ചതാ. വാങ്ങിച്ചിട്ട് 3 മാസം കൂടെ ആയിട്ടില്ല. കണ്ണുകൾ വിടർത്തി ദേഷ്യത്തിൽ വിറയ്ക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നതും പാർത്ഥി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഹൃദയമെടുപ്പ് വല്ലാതെ ഉയർന്നിരുന്നു. ശരീരമാകെ വെട്ടി ഉയർത്തു. അവൻ വേഗം ടേബിളിൽ നിന്നും വെള്ളം കുടിച്ചു. കൈ നെഞ്ചിൽ വെച്ച് ഹൃദയതാളം വരുത്തിയിലൊക്കെ ശ്രമിച്ചു. ഇവളെന്തിനാ എൻ്റെ സ്വപ്നത്തിൽ വന്നേ? പാർത്ഥിക്ക് പിന്നീട് എത്ര കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൻ പതിയെ എണീറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. സമയം പുലർച്ചെ 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. റൂമിന് തൊട്ടടുത്തുള്ള നീളം വരാന്തയിൽ ചെയർ കൊണ്ടുപോയിട്ട് കൈവരയിൽ കാലും കയറ്റി വെച്ച് പാർത്ഥി ചെയറിലേക്ക് ചാരിയിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ അവളുടെ രൂപം മാത്രം. ഒരു വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരു കോണിൽ പോലും ഇല്ലാത്ത ഇവളെങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ വന്നേ? ആലോചിക്കുന്നതോറും ഹൃദയമെടുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. പാർത്ഥി തനിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ അസ്വസ്ഥതയോടെ ഇരുന്നു. അതേസമയം മറ്റൊരു റൂമിൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ച് 2 കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഉറങ്ങാൻ പോലും കഴിയാതെ, ആരോടും പറയാൻ പോലും കഴിയാതെ, ഒരാശ്വാസ വാക്ക് പോലും കേൾക്കാൻ സാധിക്കാതെ ആ മനസ്സ് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഫോണിലെ അലാറം റിങ് ചെയ്ത് ദത്തൻ കണ്ണു തുറന്നു. തൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ഉറങ്ങുന്ന വർണ്ണയുടെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ച് ദത്തൻ അവളെ തന്നെ നിന്ന് അടർത്തി മാറ്റി. അവൻ്റെ സാമീപ്യമാകുന്നതും വർണ്ണ അസ്വസ്ഥതയോടെ മുഖം ചുളിച്ചു. കുഞ്ഞേ, ദത്തൻ അവളെ തട്ടി വിളിച്ചു. അവളൊന്ന് ചിണിഞ്ഞുകൊണ്ട് പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു. എനിക്ക് കുഞ്ഞേ, നീയല്ലേ രാവിലെ തന്നെ വിളിക്കാൻ പറഞ്ഞേ? അവൾക്കൊരു കുലുക്കവും ഇല്ല. അതുകൊണ്ട് ദത്തൻ ചെന്ന് ബാത്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി വന്നു. സമയം 6 മണി കഴിഞ്ഞിരുന്നു. അവൻ വീണ്ടും വർണ്ണയുടെ അരികിൽ വന്നിരുന്നു. ദേവുട്ടിയെ, നീ എണീക്കുന്നുണ്ടോ? ഞാനിനി വിളിക്കില്ല കേട്ടാ. പിന്നെ അതിൻ്റെ പേരിൽ പരാതി പറഞ്ഞ് നടക്കരുത്. ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ ചുണ്ടിലെ നനവും താടിയിലെ മീശയിലെയും നനവും മുഖത്ത് തട്ടിയതും വർണ്ണ പതിയെ കണ്ണു ചിമ്മി തോർന്നു. ദത്ത, നേരം വെളുത്തോ? പിന്നില്ലാതെ. അവൻ അവളെ എടുത്തുയർത്തി ബെഡ് റെസ്റ്റ് ചാരിയിരുത്തി. സമയം പോയി, ഞാൻ പോയി വേഗം കുളിച്ച് റെഡി ആവട്ടെ. അത് പറഞ്ഞ് ദത്തൻ ടവലുമായി ബാത്റൂമിലേക്ക് പോയി. ദത്തൻ പോയതും വർണ്ണ ബെഡിൽ നിന്ന് ഇറങ്ങി. ശേഷം കബോർഡിൽ നിന്ന് ദത്തൻ്റെ ഒരു മെറൂൺ കളർ ഷർട്ട് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ദത്തൻ കാണുന്നത് അവളുടെ അരികിൽ വന്നു നിന്നു. അവളെ പിന്നിൽ നിന്ന് ഇറക്കി പുണർന്നു. ഈ ഷർട്ട് തേക്കാനാണ് എൻ്റെ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ എണീറ്റേ? ഇങ്ങനെയൊക്കെയല്ല സിനിമയിൽ സീരിയലിലുള്ള ഭാര്യമാര്. അവൾ പറയുന്ന കേട്ട് ദത്തന് ചിരി വന്നിരുന്നു. ആണോ? അവൾ ദത്തനെ നേരെ തിരിഞ്ഞു നിന്ന് അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. എന്താടാ? ദത്തൻ ചോദിച്ചു. അനിശൂടാ. വർണ്ണ ദത്തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ഞാൻ വേഗം വരില്ലേ? എൻ്റെ കുട്ടി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടും നടന്ന് സംസാരിച്ച് എഴുതാനുള്ളതൊക്കെ എഴുതി കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കുമ്പോഴേക്കും ദത്തനിങ്ങ് വരില്ലേ? പിന്നെ എന്തിനങ്ങനെ സങ്കടം? അവളുടെ മുഖം കയ്യിലെടുത്ത് നിറഞ്ഞ മിഴികളിൽ അവൻ ഉമ്മ വെച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടത്ത, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്കതറിയാടാ, എനിക്ക് എൻ്റെ ദേവൂട്ടിനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര ഒരുപാട്? എന്നേക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. നീ ശ്വസിക്കുന്ന ഈ ശ്വാസത്തോടു പോലും എനിക്ക് പ്രണയമാണ്. എൻ്റെ ജീവൻ്റെ ഓരോ തുടിപ്പും നിനക്ക് വേണ്ടിയാണ്. നീ എൻ്റെ ഹൃദയത്തിലല്ല, ആത്മാവിലാണ് വസിക്കുന്നത് കുഞ്ഞെ. ദത്തൻ്റെ അവസാന ശ്വാസം വരെ നീ എൻ്റെ നെഞ്ചിലിങ്ങനെ ചേർന്നുണ്ടാവും. ദത്തൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടി പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായി നല്ല ചിരിയോടെ വന്ന് ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞു നിന്നാൽ ദത്തൻ എങ്ങനെ സമാധാനത്തിലോടെ ഓഫീസിലേക്ക് പോവുക? തിരിച്ചെത്തുന്നവരെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല.
വർണ്ണ കണ്ണു തുടച്ച് ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോൾ ദത്തൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷർട്ട് ഇടുകയായിരുന്നു. അവൻ്റെ കൈ മാറ്റി ഓരോ ബട്ടണുകളായി ഇട്ട് കൊടുക്കാൻ വർണ്ണ തുടങ്ങി. ദത്തൻ അവളെ എടുത്തുയർത്തി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ഇരുത്തി. ദത്ത, തിരിച്ചു വരുമ്പോൾ എനിക്കും ഭദ്രയ്ക്കും ശീലുവിനും തെച്ചുവേട്ടത്തേക്കും പിന്നെ വേണമെങ്കിൽ പാർവതി ചേച്ചിക്ക് ഐസ്ക്രീം വാങ്ങി വരണം കേട്ടോ. മര്യാദയ്ക്ക് എഴുതാനുള്ളതൊക്കെ ഇരുന്ന് എഴുതിയാൽ ഞാൻ വാങ്ങി വരാം. അവൻ കണ്ണാടിയെ നോക്കി മുടി ചീകിക്കൊണ്ട് പറഞ്ഞു. ശരി, വർണ്ണ പതിയെ തലയാട്ടി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ദത്തൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. കുറച്ചു നേരം അവർ പരസ്പരം അകലാതെ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കി തന്നെ നിന്നു. ദത്തൻ്റെ കൂടെ കാറ് വരെ വർണ്ണയും വന്നു. താഴെ അവനെ കാത്ത് പാർവതി നിൽക്കുന്നുണ്ടായിരുന്നു. ദത്തൻ കാറിൽ കയറി, പിന്നിൽ പാർവതിയും. അവൻ വർണ്ണയെ കൈവീശി കാണിച്ചു. വർണ്ണ തിരിച്ചു. വർണ്ണ തിരികെ റൂമിലേക്ക് വരുമ്പോൾ മുകളിലെ വരാന്തയിൽ കൈവരിയിൽ കാല് കയറ്റി വെച്ച് ചേറ് ചാരിയിരിക്കുന്ന പാർത്തിയാണ് കണ്ടത്. അവൾ നേരെ അവിടേക്ക് നടന്നു. പാർത്തി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും അവൾ തട്ടി വിളിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ടി കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ, താങ്ക് യു. നാളെയല്ല, 9 മണിക്ക് കാണാം കേട്ടോ.